എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റർടൈൻമെൻറ്റ് കീഴിലെ ഈ കിഴി റിയാക്ഷനാണ് ദേവര സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് അത് റിയാക്ഷൻ ചെയ്തത്. അന്ന് വലിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. എൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അതവിടെ അന്ന് മിസ്സിങ് ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ശരിക്ക്. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇപ്പോൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അതായത് റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് 11/7 വരും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവർ പറ്റിച്ചു. പിന്നെ 2/7 അവർ തന്നത്. അതിനെന്തെങ്കിലും പറയണ്ടോ? ഒരു ഇതുമില്ല. ഇതിന്റെ മുന്നേ എന്താ, കഴിഞ്ഞ 2 ദിവസം മുന്നേ ആയുധ പൂജ എന്തോ ഒരു സാധനം വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നു. വന്നോ? അത് മാറ്റി വെച്ചു. അതിന് ശേഷമാണ് ഇപ്പം ഇത് വന്നിട്ടുള്ളത്. ഇതും ഇത്രയോ ടൈം ഇരുന്നിട്ട് നമ്മൾ വരാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതാണ്. ഇത് വന്നപ്പം എന്താണെങ്കിലും കൊള്ളാം. എന്തായാലും അതിപ്പോ പറയണ്ട, കണ്ടിട്ട് പറയാം. അല്ല, കണ്ടിട്ടല്ല, ഇവരുടെ ഈ സ്വഭാവം കൊള്ളാം. സ്വഭാവം വളരെ വളരെ നല്ലതാണ്. തെലുങ്ക് സിനിമകൾക്കൊക്കെ എപ്പോഴും ഉള്ള സംഭവം ഇതാ. ഇവരാണെങ്കിലോ 5:1, 5:8, 6:7 എല്ലാത്തിനും ഭയങ്കര ടൈമൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു കൃത്യനിഷ്ഠതയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒഫീഷ്യൽ റിലീസ് ട്രെയിലർ നമുക്ക് കാണാം. റെഡി. ഞാൻ ഇന്നലെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ട ജോഗിലമ്മ. രക്തം കലർന്ന് ചെങ്കടലായി മാറിയെന്ന അതിന് കാരണം ഞാനും എന്റെ ഈ കൈകളുമാണെന്നു. ദൈവത്തിന്റെ കഥ കേൾക്കാറില്ലേ? ഭയം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേവരയുടെ കഥ കേൾക്കണം. സമുദ്രത്തിൽ ഒരു ദേവര ഉണ്ടായാൽ മതി. ഇനി ഒരു ദേവരയും മലയിലുണ്ടാക്കിയാൽ നിനക്കത് ഗുണം ചെയ്യില്ല വയറാ. എനിക്കങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. വരാനിരിക്കുന്നത് പരീക്ഷണ കാലമാണ് ദേവര. എല്ലാവരെയും വിശ്വസിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. ദേവര പറയുന്നത് അത് പാലിക്കാനാ. മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിച്ചാൽ സ്റ്റെപ്പ് ഇട്ട് കഴിക്കാം. ദേവര പറയുന്നത് അത് പാലിക്കാനാ. ഒരിട്ടം പറഞ്ഞല്ലേ, അതല്ലേ ആശാന ഒരിട്ടം പറഞ്ഞത്. ഓക്കേ, എന്താണ് ഉണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞോ. വളരെ മികച്ച ട്രെയിലർ. നമുക്ക് ആൾറെഡി ഇതിനൊരു മുൻവിധി ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയണത്. അതെ, സംഭവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരിക്ക് ആദ്യമേ ഇങ്ങനെ പറയാൻ പാടില്ല ശരിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഞങ്ങൾ അങ്ങനെയുള്ള സമീപനം ചില സിനിമകൾക്ക് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് വിനയായിട്ടേ ഉള്ളൂ. അതെ, നമ്മൾ ഇതിനൊക്കെ ഇനി പോയിട്ട് ഭയങ്കര പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ചു പറയും, നിങ്ങൾ കുറെ പോസിറ്റീവ് ഉണ്ടാക്കി ഇപ്പൊ എന്തായി അവസ്ഥ. ട്രെയിലർ വന്നപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തള്ളി മറിച്ചു, സിനിമ വന്നപ്പോൾ നിങ്ങൾ തിരിച്ചു. ഇതല്ലേ പറയാൻ പോകുന്നത്? ഇത് ഞങ്ങൾ നേരത്തെ തിരിച്ചങ്ങ് പറഞ്ഞേ. അതെ, അത് ഇത് കാണണമെന്നില്ല. അതെ, ഇതിന്റെ കുറച്ച് പോസ്റ്റേഴ്സ് കണ്ടപ്പോഴേ നമുക്ക് ഇത് കൈവിട്ട കളിയാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. ശരിക്കും RRR എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം NTR അഭിനയിക്കുന്ന സിനിമയാണ്. ആ ഒരു ഹൈപ്പ് ഇതിനുണ്ട്. ആ ഹൈപ്പ് മാത്രമാണ് ഈ സിനിമയിലുള്ളത്, അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് ഇത്ര മികച്ചതെന്ന് പറയാൻ മാത്രം ഇപ്പൊ സ്രാവൊക്കെ ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ടോ കാണാൻ പറ്റി. സത്യമായിട്ടോ ആ കറക്റ്റ് ആ BGM ഇട്ട സമയത്ത് തന്നെ എന്താ കട്ടിങ് ആണെന്ന് ആലോചിച്ച് നോക്കി ട്രെയിലറിന്റെ. പക്ഷെ ഈ ഭാഗ്യവാനാ ഫസ്റ്റ് ട്രെയിലർ കണ്ടില്ല.
എന്ന് പറഞ്ഞ് ചാടിച്ചിട്ടുണ്ട് ലാസ്റ്റ്. കുതിരനെ ചാടൂല, അതേപോലെ സ്രാവിനും ചാടി റൈഡ് ചെയ്തിട്ട് അതൊക്കെ തെലുങ്ക് സിനിമയിൽ തന്നെ നടക്കും. RRR കുതിരേനെ കുറെ ചാടിച്ചു, പിന്നെ കടുവേനെ പിടിച്ചു കെട്ടി. അപ്പം എന്തെങ്കിലും ഒരു സാധനം വേണം. അതെ അതെ അതെ, ബ്രഹ്മാണ്ടാക്കണല്ലോ, അത് നിർബന്ധമാണ്. അതെ, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയാം, ഒരാളെ അല്ലെങ്കിൽ ഒരു 5 പേരെ കൊല്ലേണ്ടടുത്ത് ഇതൊരു 50-100 ആക്കും അവര്. എന്നിട്ട് ചോര കളം, എന്നിട്ട് സാധാരണ കടല് ചെങ്കടലായി മാറുന്നു. ഞാൻ ചോദിക്കുന്നു, അത് ആ മൈൻഡിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഒറ്റ ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരു 100 പേരെ കൊന്നിട്ട് കടലെല്ലാം കിട്ടുന്ന വിചാരിച്ചു, കടല് ചെങ്കടലായി മാറുമോ? അല്ല, എനിക്ക് അറിയാൻ മേല സംശയങ്ങളാണല്ലോ ചോദിക്കുന്നത്. സിനിമാറ്റിക് അപ്പൊ ആ മൈൻഡ് ഉണ്ടല്ലോ. കോരാട്ട്ല ഷീവയാണല്ലോ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ തന്നെ ഉണ്ട് ഏതാണ്ട് ഏത് രീതിയിലായിരിക്കും ഈ സിനിമ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഇതിൽ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട് ഇത് എങ്ങനെ കാണണം എന്നുള്ളത്. അതെ, പക്ഷെ എങ്കിലും 3 മണിക്കൂർ ഈ രീതിയിൽ ഇത് കാണണം എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. ഭയങ്കര ടാസ്ക് തന്നെയാണ്. എനിക്കിപ്പം തോന്നുന്നു നമ്മൾ ഒരിക്കലും ഈ നന്ദമൂരി ബാലകൃഷ്ണനൊക്കെ ചെയ്യുന്ന ആക്ഷൻ കണ്ടിട്ട് നമ്മൾ ചിരിക്കാറില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരാളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല, അല്ലേ? സത്യം. ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാരും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരാളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, നമ്മൾ ഒരാളെ നമ്മൾ ലോജിക്ക് വെച്ച് സംസാരിക്കുവല്ല കേട്ടോ. ലോജിക്ക് നോക്കുക എന്നുള്ളതല്ല ഇവിടെ. കാരണം ഇങ്ങനെയുള്ള സിനിമ ഇങ്ങനെ തന്നെയാണ് കാണേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരു പരിമിതി ഇല്ലേ? ആ അറിവിനും ഒരു ലിമിറ്റ് ഇല്ലേ? എല്ലാ അറിവുകൾക്കും ഒരു പരിധി ഉണ്ടല്ലോ. എങ്ങനെ സഹിക്കുക എന്നുള്ളതിനൊരു പരിധി ഉണ്ട്. സത്യം അല്ലേ? പിന്നെന്താ, ഇത് അപോരം വാദമായിരിക്കും എന്നാണ് ഓരോന്ന് കാണുമ്പോഴും തോന്നുന്നത്. ഇവര് ഫസ്റ്റ് മുതലേ ഓരോ സംഭവങ്ങൾ ഇവര് പുറത്തു വിടുമ്പോഴും നമ്മൾ അന്ന് തന്നെ പറയുന്ന ഇത് എന്തായിരിക്കും അവസ്ഥ, നമ്മൾ അപ്പോഴും ചിന്തിക്കുന്ന കാര്യം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഈ ലെവലിലായിരിക്കും. ഈ ദേവര എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു ദേവര ഞാൻ ആ ട്രെയിലറിലെ അതിന് മനസ്സിലാക്കിയതാ. മുടി വളർത്തിയ ആള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേടിപ്പിക്കുന്ന വ്യക്തി, എല്ലാവർക്കും പേടി സ്വപ്നം. എന്നാൽ ഇപ്പത്തെ ആ പറന്ന് നിലത്ത് മണ്ണിൽ വാരി അടിക്കുന്നില്ലേ, അത് മുടിയില്ലാത്ത അത് ദേവരയല്ല, അത് അനിയൻ അല്ലെങ്കിൽ മകൻ, അച്ഛൻ്റെ മകൻ. അതാണ്. അപ്പോൾ ആളുടെ ആ ഒരു ശൗര്യമോ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. ഭയങ്കര പേടിത്തൊണ്ടനായിട്ടുള്ള വ്യക്തി. അങ്ങേര് മാറിയിട്ട് സംഭവം മറ്റുള്ള സിനിമകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ അല്ലോ. എന്താവോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ തിയേറ്ററിൽ. ഇല്ലല്ല, എന്തായാലും സിനിമ കാണും. എനിക്ക് കാണാൻ പറ്റില്ല, ആ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ആ ഒരു അടുത്ത മാസം 22-ാം തീയതി വരെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല. ആ ഒരു ഉണ്ട്, നോമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും മച്ചാ സിനിമ കാണും. ട്രെയിലർ കാണാതെ ഞാൻ രക്ഷപ്പെട്ടു. സത്യമായിട്ടും സിനിമയും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ടിരിക്കുക ഞാൻ. സത്യം പറയാ, എനിക്ക് 1% നമ്മൾ കൊടുക്കുമല്ലോ, ഇനി ഇങ്ങനെയൊന്നല്ല നല്ലതായിരിക്കാന്ന്. സാധാരണ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ല, ആ 1% സാധ്യത അല്ല അതില്. 100% ഇതൊരു വാദമായിരിക്കും. എന്തായാലും ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തിരുന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇത്. സിനിമ ഇറങ്ങട്ടടേന്ന് കമന്റ് വരാൻ പോണ്. ഇതിന് നേരെ തിരിച്ച് അതാ പറയാ, ഇതിന് നേരെ തിരിച്ച് നമ്മളിത് വാവ് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് പറയും പൊന്തിച്ചുകൊണ്ട് പോവല്ലേ നിങ്ങളത്. ഇതെല്ലാം നമുക്കിത് വരുന്നതായതുകൊണ്ട് നമ്മള് ഞങ്ങൾ അതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ ഇങ്ങനെ പറയുമെന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. ഈ സിനിമയുടെ ഇപ്പൊ നമ്മൾ ഇന്ന് ഇട്ട കിഴി എപ്പിസോഡിൽ തന്നെ ദേവരന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോഴും ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും നമ്മൾ ഈ അപ്ഡേറ്റ്സ് പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സിനിമയിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ള കാര്യം. അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കൂടുക ചെയ്യുന്നത്. ഇത് പ്രതീക്ഷ പോവുക ചെയ്യുന്നത്. ഫസ്റ്റ് ട്രെയിലറിലെ ഇതിനേക്കാളും ബെറ്ററാണ്. അതിൽ കുറച്ച് മൊമെന്റ്സ് നല്ലതാ. പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാം കൈവിട്ട് പോകും. നോക്കിക്കോ, കൈവിട്ട് പോവും. പോവാ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.